ഡയറക്ടർ മിയോസാക്കിയുടെയും സ്റ്റുഡിയോ ജിബിലിയുടെയും എക്കാലത്തെയും മികച്ച സിനിമകളിലൊന്ന്. ആദ്യമായി ഓസ്കാർ ലഭിക്കുന്ന നോൺ ഇംഗ്ലീഷ് ആനിമേറ്റഡ് മൂവി. 2016 യുവർ നെയിം റിലീസ് ആകുന്നതുവരെ ഏറ്റവും കൂടുതൽ കളക്ഷനിൽ 1-ാം സ്ഥാനത്ത് നിന്നിരുന്ന ഒരു സിനിമ. ഇപ്പോഴും ടോപ്പ് ആനിമേറ്റഡ് ലിസ്റ്റ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 1-ാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ റേറ്റിംഗോടുകൂടി എല്ലാ വെബ്സൈറ്റിലും കാണാൻ പറ്റുന്ന ഒരു സിനിമ. എത്രയൊക്കെ ലൈവ് ആക്ഷൻ പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ചില ആനിമേ മൂവീസ് ഒരിക്കലും നമുക്ക് ഒരു ലൈവ് ആക്ഷൻ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതിനൊരു മികച്ച ഉദാഹരണം. അങ്ങനെ ഒട്ടനവധി വിശേഷണങ്ങൾ നമുക്ക് നൽകാൻ പറ്റിയൊരു അതിമനോഹരമായ ഒരു സിനിമയാണ് സ്പിരിറ്റഡ് അവേ എന്നുള്ള 2001 റിലീസായ സിനിമ. ഈ ഒരു സിനിമയില് ചിഹിരോ എന്നുള്ള ഒരു 10 വയസ്സുകാരിയുടെ ട്രാവലിംഗ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എങ്കിലും ഇതിൽ ഡയറക്ടർ മിയോസാക്കി ഒരുപാട് ഇന്നർ മീനിങ്സിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. മനുഷ്യ മനസ്സിലെ സ്വാർത്ഥതയും പണത്തിനോടുള്ള ആർത്തിയും അങ്ങനെ മനുഷ്യ മനസ്സിലെ പല തലങ്ങളും പല ക്യാരക്ടേഴ്സിലൂടെ ഇതിൽ ഡയറക്ടർ നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നുണ്ട്. ഈ സിനിമ ആ ഒരു പെർഫെക്ഷന് നമുക്ക് ഈ ഒരു ആനിമയിലല്ലാതെ കാണാൻ പറ്റില്ല. കാരണം ഇതിൽ വരുന്ന ഓരോ സീനായാലും ആ ഒരു 10 വയസ്സുകാരിയുടെ നിഷ്കളങ്കത വേറെ ഏതൊരു ആക്ടർ അല്ലെങ്കിൽ ഏതൊരു ആക്ട്രസ് അഭിനയിച്ചാലും നമുക്ക് കിട്ടില്ല. കാരണം ആനിമി എന്ന് പറയുന്നത് ഒരു ലിമിറ്റേഷൻ ഇല്ലാത്തൊരു ഇതാണ്. ഡയറക്ടർക്ക് എന്ത് മനസ്സിൽ കാണുന്നോ അത് സ്ക്രീനിൽ കൊണ്ടുവരാനെ കൊണ്ട് കഴിയും. പക്ഷേങ്കിൽ ലൈവ് ആക്ഷന് അങ്ങനല്ല. ലൈവ് ആക്ഷന് ഒരു ലിമിറ്റ് ഉണ്ട്. പരിധിയില്ലാത്തൊരു ലോകമാണ് ആനിമയുടെ എന്ന് പറയുന്നത്. അതില് എന്ത് വേണമെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റും. അവരുടെ മനസ്സിലുള്ളത് സ്ക്രീനിൽ കൊണ്ടുവരാൻ പറ്റും. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള വിഷ്വൽസും എന്തുകൊണ്ടും സൗണ്ട് മിക്സിങ്ങും ഇതിൽ എടുത്തു പറയാനെ കൊണ്ട് പറഞ്ഞു പോവാണെങ്കിൽ പലതും കാണും. അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് ഓസ്കാർ ലഭിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലും നമുക്ക് ആ ഒരു സിനിമയുടെ ലെവൽ മനസ്സിലാവും. ഈ സിനിമ 2001 റിലീസായിട്ട് ഇത്രയും വർഷങ്ങൾ പിന്നിട്ടിട്ടും 1-ാം സ്ഥാനത്ത് നിൽക്കണമെങ്കിൽ ആ ഒരു സിനിമയുടെ ക്വാളിറ്റി നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ സിനിമ കണ്ടില്ല എങ്കിൽ നഷ്ടം എനിക്കല്ല, നിങ്ങൾക്ക് തന്നെയാണ്. ഈ സിനിമയ്ക്ക് മലയാളം സബ് ടൈറ്റിലുണ്ട്. ഇതിനു മുമ്പ് ഞാൻ ഇട്ടിരുന്ന 2 സിനിമയ്ക്കും മലയാളം സബ് ടൈറ്റിലുണ്ട്. മലയാളം സബ് ടൈറ്റിൽ നിങ്ങൾക്ക് പല സൈറ്റുകളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അല്ല എങ്കിൽ എംസോണിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതുമല്ല ഒട്ടും കിട്ടുന്നില്ല എങ്കിൽ എന്റെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ മലയാളം സബ് ടൈറ്റിൽ നിങ്ങൾക്ക് തരാം. ഈ സിനിമയൊക്കെ കണ്ടു നോക്കൂ, നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. ഇഷ്ടം പോലെ ചവർ സിനിമകൾ കാണുന്നതിന്റെ ഇടയ്ക്ക് ഇതേപോലുള്ള 1-2 സിനിമകളൊക്കെ നിങ്ങൾ കാണുമ്പോൾ മനസ്സ് നിറയ്ക്കുന്ന സിനിമകളാണ്. അതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. ഇതേപോലുള്ള സിനിമകളുമായിട്ട് വീണ്ടും കാണാം. ഈ സിനിമകൾ നിങ്ങൾ തീർച്ചയായും ചെക്കൗട്ട് ചെയ്യുക. ഞാനും ഇതൊക്കെ ഇപ്പോഴാണ് ഫസ്റ്റ് ടൈം കാണുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ആനിമയുടെ വേൾഡിലേക്ക് ഞാനും ഇറങ്ങുന്നത്. ആനിമി ഫാൻസിന് വേണ്ടിയിട്ട് കൂടിയാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതേപോലുള്ള ആനിമി മൂവി സജഷനുമായിട്ട് ഞാൻ വീണ്ടും വരാം. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ഗൈസ്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.